KPCC അധ്യക്ഷൻ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് അക്രമം അടിച്ചുവിട്ടു. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയെയും KPCC ജനറൽ സെക്രട്ടറി MJ ജോബിനെയും ജേക്കബിനെതിരെയും അക്രമം നടത്തി. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ചു. ഭിന്നശേഷിക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും DYFIക്കാർ മർദ്ദിച്ചു. DYFIക്കാരുടെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. അത് കേൾക്കണം നിങ്ങൾ. അടി കൊണ്ടോ പോരാ, വധശ്രമത്തിന് ഞങ്ങളുടെ കുട്ടികളെ പേരിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലാക്കി എന്ന് പറയുമ്പോൾ എന്ത് ഭരണം, എന്ത് ജനാധിപത്യം, എന്ത് നീതി, എന്ത് നിയമം, എന്ത് സംവിധാനം, എന്ത് വ്യവസ്ഥാപിതമായ സംവിധാനം ഈ സംസ്ഥാനത്തെന്ന് നമ്മൾ ആലോചിക്കണം. നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം. ഇവിടെ ഉണ്ടോ നിയമം? ഇവിടെ ഉണ്ടോ നിയമവാഴ്ച? ഇവിടെ ഉണ്ടോ ന്യായം? അന്യായത്തിന് മാത്രമേ ഇവിടെ സ്ഥാനമുള്ളൂ. ന്യായത്തിന് സ്ഥാനമില്ലാത്തൊരു നാടായി നാട് മാറുകയാണ്. പോലീസ് ചട്ടം ലംഘിച്ച് പ്രവർത്തകരെ മർദ്ദിച്ച ഗവൺമെന്റിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം പോലും മുഖ്യമന്ത്രി നിരാകരിച്ചു. സംരക്ഷിക്കുകയും ചെയ്തു അവരെ. ആ തെറ്റ് തിരുത്താൻ കോടതി വേണ്ടി വന്നു. നിങ്ങൾക്കറിയാം, ആ കേസിൽ കോടതി പറഞ്ഞു നടപടി എടുക്കണമെന്ന് പറഞ്ഞു കോടതി. അങ്ങനെ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. കോടതി പറഞ്ഞ ശേഷമാണ് ഗവൺമെന്റിനെതിരെ FIR ഇട്ട് കേസെടുക്കാൻ തയ്യാറായത്. മുഖ്യമന്ത്രി കലാപാഹ്വാനം നടത്തിയിട്ടും പോലീസ് കേസെടുത്തില്ല. പകരം ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച തനിക്കെതിരെയും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും കേസെടുക്കുന്നു. ഞങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. എന്തിനാ എനിക്കെതിരെ കേസെടുത്തതെന്ന് മനസ്സിലായില്ല. ജാമ്യമില്ലാത്ത കേസാണ് എടുക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. എന്താണ് എന്റെ കുറ്റമെന്ന് എനിക്കറിയില്ല. പിണറായി വിജയൻ ഈ കുറ്റം അത്രയും ചെയ്തിട്ടും അദ്ദേഹത്തിനെതിരെ കേസെടുക്കാത്ത ഈ സംസ്ഥാനത്ത് ഒന്നും ചെയ്യാത്ത എനിക്കെതിരെ കേസെടുത്തു എന്ന് പറയുമ്പോൾ എന്ത് നിയമം, എന്ത് നീതി, എന്ത് നിയമവാഴ്ച പരിശോധിക്കണ്ടേ? കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് വിലയിരുത്തേണ്ട ഒരു അവസരമല്ലേ ഇത്? ഓരോ ജില്ലയിലും 2000-ലധികം പോലീസുകാരെ ചുറ്റും വിന്യസിച്ചാണ് മുഖ്യമന്ത്രി നവകേരള സദസ്സ് നടത്തിയത്. പോലീസുകാരെ മുഴുവൻ പിണറായി കൊണ്ടുപോയത് കൊണ്ട് ഇത്തവണ ശബരിമല തീർത്ഥാടനം അലങ്കോലമായി. അവിടെ ആവശ്യത്തിന് പോലീസ് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ തിക്കും തിരക്കിലും പെട്ട് ആളുകൾ ശ്വാസം മുട്ടി പലരും ക്ഷേത്ര ദർശനം നടത്താതെ മടങ്ങിപ്പോയത് ഒരുപക്ഷെ ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും ഈ വർഷത്തെ ദർശനമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഇതെല്ലാം തകർത്തത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു യാത്രയാണ്. കരിങ്കൊടി കാട്ടാൻ പോലും അനുവാദമില്ലാത്ത കേരളം ഉത്തര കൊറിയയല്ലെന്ന് പിണറായി വിജയൻ ഓർക്കണം. അവിടുത്തെ ഏകാധിപതി കിം യോങ് യുന്നിനെ പോലെ ആകാനാണ് പിണറായി ശ്രമിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം പിണറായിക്ക് അതിന് സാധിക്കില്ലെന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു. നവകേരള സദസ്സ് കൊണ്ട് ആർക്കാണ് പ്രയോജനം? മാധ്യമങ്ങൾ വിലയിരുത്തും. ആർക്കാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? സാധാരണക്കാരനെ കാണുന്നില്ല. അവന്റെ പരാതി കേൾക്കുന്നില്ല. അവന്റെ പരാതി ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നു. അത് സർക്കാർ ഓഫീസിൽ കൊണ്ടുകൊടുത്താൽ പോരെ? എന്തിനിവിടെ പോണം? എന്തിനിവിടെ പോണം? ഒരു തീർപ്പ് കൽപ്പിക്കുന്നില്ല. കണ്ട് പഠിക്കണമിടോ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടി, അത് ജനസമ്പർക്ക പരിപാടി, ജനലക്ഷങ്ങളുടെ കണ്ണീരൊപ്പിയ പരിപാടി, ജനലക്ഷങ്ങളെ നേരിൽ കണ്ട പരിപാടി, ജനലക്ഷങ്ങളുടെ സങ്കടം കേട്ട പരാതി, ആ ജനലക്ഷങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ നടപടി കേരളത്തിലല്ല ഇന്ത്യയിൽ മറ്റൊരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയും ഇദ്ദേഹത്തിന്റെ ഈ നവകേരള യാത്രയും തമ്മിൽ ഒരു തരത്തിലെങ്കിലും ഒന്ന് ബന്ധപ്പെടുത്താനും താരതമ്യപ്പെടുത്താനും നമുക്ക് സാധിക്കുമോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പാർട്ടി യാത്ര വൻ പരാജയമായപ്പോ അതിനെ തുടർന്നാണ് ഇപ്പോൾ പിണറായി സർക്കാരിന്റെ മുഴുവൻ മെഷീനറിയും ഉപയോഗിച്ച് നവകേരള സദസ്സ് നടത്തിയത്. കേരളത്തെ കലാപകലുഷിതമാക്കി എന്നല്ലാതെ എന്തെങ്കിലും മെച്ചമുണ്ടായോ? പിണറായിയെ വിമർശിച്ച പത്രപ്രവർത്തകരെ എല്ലാം പോലീസ് പിടിച്ചകത്തിടുകയാണ്. പിണറായി സത്യത്തിൽ മോദിക്ക് പഠിക്കുകയാണ്. പത്രപ്രവർത്തകരുടെ സംഘടനകൾ നിശബ്ദത പാലിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എന്ത് മാധ്യമങ്ങളാ? എല്ലാത്തതിനും വിമർശനം നടത്തുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് പത്രപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തപ്പോ, പത്രപ്രവർത്തകരെ കേസെടുത്തപ്പോ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് നിങ്ങളോട് ഞാൻ മുഖത്ത് നോക്കി ചോദിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ സംഘടനക്ക് സാധിച്ചില്ല? നിങ്ങൾക്ക് പത്രസ്വാതന്ത്ര്യം ഇവിടെ വേണ്ടേ? ആ പത്രസ്വാതന്ത്ര്യത്തിന് ഹനിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ കുറ്റം ചെയ്തത്? എന്തിനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തത്? അതിന് ഉത്തരം നിങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കണ്ടേ? ആ ബാധ്യത എന്റെ മാധ്യമ സുഹൃത്തുക്കൾ ഏറ്റെടുക്കണമെന്ന്
ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. പോലീസിന്റെ നരനായാട്ടിനെതിരെ 27-ന് ബ്ലോക്ക് തലത്തിൽ വൻ പ്രതിഷേധ ജ്വാല നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഫാസിസ്റ്റ് വിമോചന സദസ് എന്നാണ് അതിന്റെ പേര്. തുടർന്ന് പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾ തീരുമാനിക്കും. 2024 പിണറായിക്ക് ഉറക്കമില്ലാത്ത രാവുകളായിരിക്കുമെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു.